പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ അധ്യാപകർക്കെതിരെ നടപടി. പ്രധാനാധ്യാപിക ലിസിയെയും ക്ലാസ് ടീച്ചർ ആശയെയും മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്ലാസ് ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് നടപടി. സ്കൂൾ 4 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ HM ലിസി ടീച്ചറെയും ക്ലാസ് ടീച്ചർ ആശ എന്നിവരെയും ചുമതലകളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാനും സർക്കാർ വകുപ്പ് തല നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതുമാണെന്ന് മാനേജ്മെന്റ് കമ്മിറ്റി ഇന്ന് തീരുമാനിച്ചു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ മാനേജ്മെന്റ് എടുത്ത തീരുമാനമാണ് പ്രധാനാധ്യാപികയും അധ്യാപികയെയും മാറ്റി നിർത്തുക എന്നുള്ളത്. വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചോ? ഈ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ ഇക്ബാൽ? സ്മൃതി, കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ഒരു എയ്ഡഡ് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് മാത്രമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ വകുപ്പിലെ AEO DO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇന്നിവിടേക്ക് എത്തുകയും യോഗം ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂട്ടായി ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ലിസി, അതുപോലെ തന്നെ ഈ അർജുൻ പഠിച്ചിരുന്ന 9A ക്ലാസ് ടീച്ചറായിട്ടുള്ള ആശ എന്നിവരെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് ടീച്ചറായിട്ടുള്ള ആശ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ മാനസിക പീഡനം മൂലമാണ് അർജുൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് കുടുംബവും അർജുൻ്റെ സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നത്. അർജുൻ ഈ കഴിഞ്ഞ 14-ന് വൈകിട്ടാണ് വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് സ്കൂളിൽ നിന്ന് അർജുൻ മടങ്ങുന്ന സമയത്ത് വലിയ രീതിയിൽ അസ്വസ്ഥതകൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചിരുന്നു. മാത്രമല്ല വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ കെട്ടിപ്പിടിച്ച് താൻ മരിക്കുമെന്നുള്ള കാര്യം സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഈ സുഹൃത്തുക്കളായിട്ടുള്ള അർജുൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇന്ന് ഈ യോഗം ചേരുന്നതിനിടയിൽ മാനേജ്മെന്റും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ഈ കാര്യങ്ങൾ അറിയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ്, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണാടി സ്കൂളിൽ ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ഈ 2 അധ്യാപകരെയും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം സ്വീകരിച്ചത്. അധ്യാപകർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സഹപാഠികൾ നൽകിയത്.